ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു വലിയ മൂട് കാച്ചിൽ പറിക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ പറമ്പിൽ കുറെ നാളായിട്ട് ഇവിടെ നിൽക്കുകയാണ്, വെറുതെ നിൽക്കുകയാണ്, ആർക്കും വേണ്ടാതെ നിൽക്കുക. വെള്ളക്കാച്ചിലാണ്, അതുകൊണ്ട് തന്നെ വലിയൊരു മീച്ചമില്ല ആർക്കും. എങ്ങനെ കിട്ടിയാൽ കഴിക്കും എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അത് എഫേർട്ട് എടുത്ത് പറിക്കാനൊന്നും ആർക്കും വലിയ താല്പര്യമൊന്നും കാണത്തില്ലല്ലോ. നീലക്കാച്ചിലാണെങ്കിൽ എല്ലാവരും എഫേർട്ടൊക്കെ ഇട്ട് അത് എങ്ങനെയൊക്കെ പറിച്ച് കഴിക്കുമായിരുന്നു. അപ്പൊ നീലക്കാച്ചിലൊക്കെ നമ്മുടെ പറമ്പിൽ കംപ്ലീറ്റ് കഴിഞ്ഞു. വെള്ളം മാത്രമേ ഉള്ളത്. നിൽക്കുന്ന വെള്ളക്കാച്ചിലാണെന്നുണ്ടെങ്കിൽ 3-4 മൂടുണ്ട് നമ്മുടെ പറമ്പിൽ. അത് കുറേ നാളായിട്ട്, എനിക്കൊന്ന് 3-4 വർഷമായിട്ട് പറിക്കുകയേ ചെയ്യാത്ത കാച്ചിലുകളാണ്. അപ്പൊ അത് പറിച്ചിട്ടുണ്ടെങ്കിൽ കുറെ കിട്ടും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ ഒരു അത്ഭുതമൊക്കെ പോലെ നമുക്ക് ഈ സാധനം എങ്ങനെയെങ്കിലും കുത്തിപ്പൊക്കി എടുക്കാം. ഞാനും കുഞ്ഞിപ്പെണ്ണും മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് എങ്ങനെ എടുക്കാൻ പറ്റുന്നൊന്നും അറിയില്ല. നമ്മുടെ കയ്യിലാണെങ്കിൽ ഒരു പോയ തൂമ്പയൊക്കെ ഉള്ളൂ, പിന്നെ ഈ ഒരു കത്തിയേ ഉള്ളൂ. കത്തിയുടെ ഒരു കോലം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. കത്തി കൊണ്ട് ഇതിന് വലിയ പ്രാധാന്യമില്ല, തൂമ്പയൊക്കെ വേണം കുത്തി എടുക്കണമെങ്കിൽ. അപ്പോ ഇങ്ങോട്ട് കാണിച്ച് കണ്ട ഒരു കാച്ചിലിന്റെ മൂട് പോലെ തോന്നത്തില്ലാത്ത സ്ഥലത്താണ് നമ്മുടെ ഈ കാച്ചിൽ നിൽക്കുന്നത്. കണ്ടോ, ഇത് കാച്ചിലാണിത്. ഇത് കണ്ട, ഇത് കാച്ചിലാണ്. അപ്പൊ ഇതൊക്കെ പൊക്കിയിട്ട് വേണം. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലാട്ടോ, ഭയങ്കര ഇവിടെ ഇതിന്റെ മണ്ടയ്ക്ക് ഇവിടെ ഇഞ്ചിയൊക്കെ നട്ടു വെച്ചിരിക്കുക. ഇത് കൃഷ്ണതുളസിയാ കേട്ടോ. കഴിഞ്ഞ ദിവസം അമലൂട്ടം വന്നിട്ട് ഈ കൃഷ്ണതുളസി ചൂടോടെ അടിച്ച് പറിച്ച് താഴ്ത്തിട്ടേക്കുന്നതാണ് കാണുന്നത്. പാവം കൃഷ്ണതുളസി കഷ്ടപ്പെട്ട് കിളിച്ച് വന്നതായിരുന്നു. ഇത് ഇഞ്ചിയാണ്. ഇത് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇഞ്ചി വെച്ച ആളുകൾ നമ്മളെ വന്ന് ചീത്ത പറയാനുള്ള സാധ്യതയുണ്ട്. എനിവേസ് ഇഞ്ചി പറഞ്ഞു പോയി, മണ്ണുണ്ട്, മണ്ണ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു കപ്പളം ഞാൻ ക്യാമറയായിട്ട് അറിയാമോ. അയ്യോ, അതെന്താ വീഡിയോ എടുക്കാൻ വന്നതാണെങ്കിൽ കപ്പളം ഉരുണ്ട് വീണതിനാൽ നമുക്ക് ഈ കപ്പളത്തിന് കുറച്ച് വീഡിയോ എടുക്കാം കേട്ടോ. കൊച്ചു കപ്പളം. അതെന്താ സംഭവിച്ചേ? ഇത് ഇവിടെ നിന്നാണ് മറിഞ്ഞിരിക്കുന്നത്. ആരോ വെട്ടിയിട്ട് പോലും ഉണ്ടല്ലേ. അവിടെ കപ്പളം വീണാ മോൻ ചേട്ടാ. അപ്പുറത്ത് നന്നായി, ജസ്റ്റ് മിസ്. ഒരു പഴുത്ത കപ്പളം കാണാൻ പറ്റും. ആ നേരാണല്ലോ, ഒരെണ്ണം പഴുത്തിട്ടുണ്ടല്ലേ. ചേടാ, എന്നാലും കുഞ്ഞിപ്പിണി ഇച്ചിരി നീങ്ങി തന്നെ തലേ വീണാലേ കപ്പളം. നാണക്കേടായതിനാലേ കപ്പളം വീണ് ചത്തം വീണ് പേടിച്ചിട്ടേ ഞെട്ടാൻ പോലുള്ള സമയം കിട്ടിയില്ലല്ലേ. ഞാൻ തൂമ്പെടുക്കട്ടെ. മാറ് നിങ്ങളുടെ യൂട്യൂബർ പണി എടുക്കുക. ഭയങ്കര പാടാ കേട്ടോ, വിചാരിച്ച പോലെ അല്ല. ഇവിടുത്തെ തൂമ്പ കുറച്ച് ഇളകി. പാമ്പാണോ? മണ്ണിര. കർഷകന്റെ കലപ്പ ഓടി നടക്കുന്നത്. ഇപ്പൊ കാലയിലൊക്കെ മണ്ണാവുമല്ലോ. കാലിലെല്ലാം മഡായി എന്ന് പറഞ്ഞത്. ഈ തൂമ്പ എനിക്കൊന്ന് പറഞ്ഞു പോകുന്ന കേട്ടോ. ഇവനാണ് നമ്മുടെ കാച്ചില് കേട്ടോ. എങ്ങനെ പൊട്ടിച്ചെടുക്കും എന്നറിയില്ല. എന്തായാലും അടിയിലോട്ട് നല്ല രീതിക്ക് ഉണ്ടാവും. എന്റെ തൂമ്പാവെട്ടൊക്കെ കണ്ട് എന്തായാലും വർഷങ്ങൾ സമയം എടുക്കുമെന്ന് മനസ്സിലാക്കി കുഞ്ഞിപ്പെണ്ണ് സ്വയം അംഗക്കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് ഇങ്ങനെ തന്നെയാണോ? എന്താണ് ആ ചാക്ക് ഭയങ്കര കനമാ. ഞാനിവിടെ പിടിക്കണോ? എന്നാ പറ്റി? കൈ വെച്ച് അരച്ചു കൊന്നുകൊണ്ട്. അയ്യേ, ഓ ബാഹുബലി. പഴുതാരനെ കണ്ടിട്ടുണ്ടോ? ആ ഇല്ല. അവൻ പോയി വീട്ടിൽ പോയി പെട്ടെന്ന്. പഴുതാര കണ്ട, ഈ കാണുന്നതാണ് പഴുതാര കേട്ടോ. ഈ പറമ്പ് നിറയെ പഴുതാരയാണ്, നിറയെ പഴുതാര. കാച്ചിൽ മാന്തി നമ്മൾ കാച്ചിലിന്റെ ഒരു ഏകദേശ ഭാഗങ്ങൾ കണ്ടിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കാച്ചിലിന്റെ തൊലിയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. പാവം കാച്ചില്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ വിചാരിക്കാത്ത സ്ഥലത്തൊക്കെയാണ് കാച്ചിൽ ഉണ്ടായി നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് തൂമ്പ വേണ്ടി വരുന്നതാണ്. നീ പറഞ്ഞത് കത്തി വെച്ചത് ഏതാണ്ട് ചെയ്യുന്നാണല്ലോ. കത്തി വെച്ച് ഞാൻ തീരെ ഇവിടെ കൊണ്ടുപോയി കാച്ചിലിന്റെ ആണിതൊക്കെ. കത്തി വെച്ച് ഏതാണ്ട് ചെയ്യുന്നാണല്ലോ നീ പറഞ്ഞത്.
നമ്മൾ എത്ര കണ്ട് കനത്തില് മണ്ണൊക്കെ മാറ്റി നോക്കിയിട്ട് ഇത്രയാണ് കാണാൻ പറ്റുന്നത്. അതിന് അടിയിലോട്ട് തറയുണ്ടെന്ന് തോന്നുന്നു. അയ്യേ, ഇനിയിപ്പം കനമായിട്ട് കുത്തിക്കൊണ്ടിരിക്കുക. കുറച്ച് തൂമ്പ് വെച്ചെടുത്തു, പിന്നെ കത്തി വെച്ചിട്ട് എടുത്തോണ്ടിരിക്കുക. കാരണം അതിന്റെ പെയിന്റ് പോകുന്നുണ്ട്, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പെയിന്റ് പോയത് കാണാമല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മള് വളരെ ശ്രദ്ധിച്ചൊക്കെയാണ് ചെയ്യുന്നത്. ലറ്റ്സി പോയാ ഈ വള്ളിയൊക്കെ ഉണ്ട് ഇടയ്ക്ക്, പ്ലാസ്റ്റിക് വള്ളിയൊക്കെ പൊക്കി എടുക്കാനാണോ നോക്കുന്നത്? ഒക്കെ എടുത്താൽ മുറിഞ്ഞു. അയ്യോ, ഏതാണ്ടൊരെണ്ണം വിട്ട് കേട്ടോ. ഇതാണ് പൊക്കി എടുക്കാവോ നോക്കി. എനിക്ക് ഭാഗം വരട്ടെ. എനിക്ക് ഒന്ന് പൊക്കി എടുക്കാൻ പറ്റുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് വിട്ടുപോയതിനെ ഇതാക്കാം. കൂടെ പിടിക്കണോ? ഈ ഭാഗം ഭയങ്കര സ്ട്രോങ് ആണ്. ഇത് മാത്രമേ വരത്തുള്ളൂ. അങ്ങനെ എടുക്കാം. ഒരു വശം നമ്മളിതേ പൊട്ടിച്ചെടുത്ത് കേട്ടോ. ഇതാണ്ട് ഇവിടെ നിന്ന് ഇത് ഒടിഞ്ഞു പോകുന്നു കുഞ്ഞിപ്പട പിടിച്ചപ്പോഴത്തേക്കിനും. ഇനി ബാക്കി ഇതിന്റെ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് കിട്ടിയിട്ടുണ്ട്, അടിയിലോട്ടൊന്നും വിട്ടുപോയിട്ടില്ല. ഇതിങ്ങനെ പൊട്ടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് ഇനി നമുക്ക് എന്തായാലും. പറിച്ചെടുത്തിരിക്കുകയാണ് ഫൈനലി. ഇതൊരു ജീവിയുടെ ഇതുപോലെ ഇല്ലേ, കാലൊക്കെ വന്നിട്ട്. ഉണ്ട് ഉണ്ട് ഉണ്ട്. എന്നാണോ മോനെ എന്നിട്ട് ഇതിനകത്ത് ഇതൊക്കെ വരുന്നു. കാണുന്ന കുഞ്ഞിപ്പെണ്ണിന്റെ ബലിഷ്ടമായ കൈകളാണ്. ബലിഷ്ടമായ കൈകൾ എന്ന് ഭംഗിയുള്ള കൈയാണ്. ഭംഗിയുള്ള കൈ എന്ന് പറഞ്ഞ പോലെ കൈക്ക് അറിയില്ലേ. അയ്യോ, അടിയിലോട്ടുണ്ട്. അടിയിലോട്ടുണ്ടാ? ഭയങ്കര വെയിലാണ്, ചൂട്. ഇതെല്ലാം കൂടെ പറിച്ചിട്ട് നമ്മളിത് ഇങ്ങനെ പിന്നെ ഇവിടെ വിട്ടു പോയിട്ടുണ്ട് റീല്. അത് തുള്ളിയല്ലേ ഉള്ളൂ. നമ്മൾ അടുത്തവനെയും പൊക്കി എടുത്തിരിക്കുകയാണ്. ഒരു ചെറുക്കൻ കൊച്ചിന്റെ തല, ചെറുക്കൻ കൊച്ചിന് ജെൻഡർ ഇക്വാലിറ്റി അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല. ഒരാളുടെ തല പോലെ ഇല്ലേ, ട്രോഫി പോലെയായിട്ട് എനിക്ക് തോന്നുന്നു. ട്രോഫി ഒരു ഭാഗത്തിന്റെ മേളിൽ വേറെ ട്രോഫി അവാർഡ് കിട്ടിയിരുന്നു. കയ്യിൽ മണ്ണ് പറ്റിയിരിക്കുകയാണ്. പാവം കൊച്ചു കൈയെല്ലാം മണ്ണായി, കാലൊക്കെ മണ്ണായി. ഇവിടെ കുളിച്ചിട്ടില്ല ഗൈസ്, ഞാൻ കുളിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് അടങ്ങി ഒതുങ്ങിയിരിക്കുന്നത്. അല്ല ഞാൻ ഇനിയും കുളിക്കേണ്ടി വരും. ഇത് ഭരിക്കണ ബാഹുബലി തന്നെയാണ്. ഇതൊന്നും ആയിട്ടില്ല. ഇതിപ്പോ ഇത്രയും സാധനം ഉണ്ട്. ഇത് അയൽവക്കത്തൊക്കെ കൊടുത്ത് നമ്മളും കഴിക്കുമ്പോൾ തീരും. ഇതിന്റെ വേരല്ലേ ഇതിന്റെ, ഇത് താഴെ വരും. നമ്മൾ പഠിച്ച പണി 18 നോക്കിയിട്ടും ഈ സാധനം ഇതിനടിയിലോട്ടുണ്ടോ എന്ന് വരുന്നില്ല. നമ്മൾ തൂമ്പയൊക്കെ പോയി എടുത്തോണ്ട് വന്നു. മോഹൻചേട്ടന്റെ തൂമ്പയൊക്കെ പോയി എടുത്തോണ്ട് വന്നിട്ടും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. സോ ഇനിയിപ്പോ അച്ഛനെ വല്ലതും വിളിക്കേണ്ടി വരും അടിയിൽ നിന്ന് വലിച്ചു പൊക്കാൻ വേണ്ടിയിട്ട്. നിറയെ ആ അടിയിലോട്ടുണ്ട്. എത്ര വെച്ചിട്ട് അനങ്ങുന്നു പോലും ഇല്ല എന്നുള്ളതാണ്. നമ്മളെ കൊണ്ട് ഈ സംഭവം നടക്കുകയെന്ന് മനസ്സിലായി നമ്മൾ അച്ഛനെ വിളിച്ചിരിക്കുകയാണ്. അച്ഛൻ വന്നത് മാന്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കിണർ കുത്തുന്ന രീതിയായി. ഇല്ല, ഞാൻ അപ്പുറത്ത് കൊണ്ടിട്ട് കയ്യെ കൊള്ളല്ലായിരുന്നു, നിറയെ തുരുമ്പാണ്. ചിരട്ടെ എന്ത് ഞാനോട് കുഴി കുത്തിയോടായി പോയത്. ചിരട്ടെ ചിരട്ടയില്ല കൂട്ടി. ഈ പാത്രം വേണം തരാം.
അത് ഈ വാരി വാരി ഇട്ടിട്ട് എടുത്ത് കളഞ്ഞു. ഇത് കിടക്കുവോ? ചിരട്ട ചോദിച്ചപ്പോ പുള്ളിക്കാരി കൊടുത്ത പാത്രം. ഇതൊന്ന് എന്റെ കിടക്കുക. ദൈവമേ, ഒരു ബുദ്ധിമതിയാണ്. എന്നാ ചിരട്ടയില്ല കുട്ടി. എന്നെ ഒരു ചെറിയ പാത്രം എടുത്തിട്ടുണ്ടോ? ഈ പാത്രം എടുക്ക, ഈ വെള്ളം. അതിനകത്തൊന്നും കൊള്ളില്ല, അത് മങ്ങാണ്ടി കളയല്ലേ, എന്നാ പിന്നെ കൈ വെച്ച് മാണ്ടി വെച്ചു. എന്നാലും അതിന് പറ്റെങ്കിൽ പോലും ചിരട്ടക്കകത്ത് കൊള്ളുന്നത് അതിനകത്തും കൊള്ളും. പിന്നെ ടോപ്പ് കൊള്ളുന്നു. കുഞ്ഞു പറഞ്ഞു കുപ്പിച്ചിന്റെ മേലോട്ടാ കുപ്പി എടുത്തിട്ട് ഇത് ഞാൻ സൗഷോ ഇല്ല കിടന്ന് പരിശ്രമിക്കുന്ന അതിന്റെ തൊലി കളഞ്ഞു. തൊലി പോയിട്ടില്ലായിരുന്നല്ലോ മുന്നേ. ഒരു പാത്രം ഇതിന്റെ സ്ഥിരം ഡയലോഗ് ഇതൊക്കെ ഉണ്ടല്ലോ. അവിടെ ആ വലിയ കാറ്റിന്റെ എനിക്ക് ഒന്ന് തോന്നുന്നു ചേട്ടാ ചിരട്ട കൊണ്ടുവന്നിരിക്കുകയാണ്. നോക്ക്, ഒരു തുള വർഷങ്ങളോളം അങ്ങാണ്ടായിട്ട് ഇവിടെ ദ്രവിച്ചു പോയ സാധനം. കൈ വിടരുത്. എനിക്ക് തോന്നി ഇപ്പൊ ആ കപ്പളം എന്റെ പൊന്നു കൂട്ടു എന്റെ തല പോയേനെ. നിങ്ങൾ മാറി നിൽക്കുക. നമ്മളിപ്പൊ കുട്ടൂന് ശരിയായി. ഈ കപ്പളം ഉണ്ടോ, ഇതിന്റെ തൊട്ട് ചോടെയാ നമ്മൾ ഈ മാറുന്നത്. അതിന്റെ വേരെല്ലാം ആദ്യമേ നമ്മളെല്ലാം വെട്ടി. ഇത് പെടന്ന് വീഴുമെന്ന് സംശയമുണ്ട്. ഇനി ഇറക്കി നോക്കട്ടെ, മാറി വിട്ടു. ഈ വിളക്കുകാരി എങ്കിൽ പോര്. അങ്ങനെ നമ്മൾ കുഴിച്ച് ഏകദേശം ഇവൻ അനങ്ങുന്ന രീതിയിലോട്ടായിട്ടുണ്ട്. നമ്മൾ വന്ന് കണ്ടപ്പോ കാച്ചിൽ മണ്ണിന്റെ മേളിലായിരുന്നു. ഇതിപ്പോ വലിയ കുഴിയായി. കുഴി കാണാൻ പറ്റുന്നുണ്ടോ? അയ്യോ, ബാക്കിയുണ്ട് ഗൈസ്. അപ്പൊ നമ്മള് എല്ലാ കാച്ചിലും പറിച്ചു കേട്ടോ. ഇനി എനിക്ക് തോന്നുന്നു ഇവിടുന്ന് എങ്ങാണ്ട് അടന്നു പോയ ഒരു ശകലം പീസ് മാത്രമേ അതിനകത്തുള്ളൂ. ബാക്കി മൊത്തം നമ്മൾ പറിച്ചു. എന്തിനാണെന്നൊന്നും അറിയില്ല. എന്തായാലും നമ്മൾ മൊത്തത്തില് ഒരു മൂട് പറിക്കുമ്പോൾ മൊത്തം പറിക്കണല്ലോ എന്നുള്ള ധാരണയിൽ പറിച്ചതേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇത്രയും സാധനങ്ങൾ ഇതും കൂടെ താഴത്തോട്ടൊന്ന് കാണിച്ച്, ഇത്രയാണ് നമ്മുടെ കേട്ടോ. ഇതും കൂടെ വയ്ക്കുമ്പോൾ ഇത്രയും കാച്ചിൽ നമ്മൾ പറിച്ചിട്ടുണ്ട്. നല്ല പ്യുവർ വെള്ള കാച്ചിലാണ് കേട്ടോ. വെള്ള കളറ് കാച്ചിലാണ്. ഇപ്പൊ തന്നെ പുഴുങ്ങി നമുക്ക് ഉപ്പുമുളകൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന അടിപൊളി സാധനമാണ്. അപ്പൊ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വേറൊരു വീഡിയോ ആയിട്ട് കാണാം. Till then, bye.